ഇന്ന് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. ഒരു സെമി ഗ്രേവിയിലുള്ള ഒരു കറിയാണിത്. ചിക്കൻ ടിക്ക മസാല. നമ്മുടെ ചിക്കൻ ടിക്കൻ്റെ ഒരു ടേസ്റ്റിലുള്ള ഒരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പം ഈ ഒരു ചിക്കൻ ടിക്ക മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ടാണ് നമ്മളൊരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ചിക്കൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കന് ഒരു 1/4 ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. കാരണം നമ്മൾ ഈ ഒരു ചിക്കന് ഗ്രേവിയിലും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം മുഴുവനായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഒരു 1/4 ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ ഒരു ബാക്കി വന്ന ഓയിലിൽ തന്നെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഓയിൽ നന്നായിട്ട് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഓയിലിൽ സവാള വഴറ്റിയെടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ ഒരു ബാക്കി വന്ന ഓയിലിൽ തന്നെ ഒന്ന് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു സവാള നമുക്ക് ഈ ഒരു ഓയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സവാള ഒന്ന് വഴറ്റി സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. ഇത്രയും പൊടികൾ ഈ ഒരു സവാളയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഈ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ മസാലപ്പൊടികളെല്ലാം എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി ഒന്ന് അടിച്ചെടുത്തതാണ്. ഈ ഒരു തക്കാളി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചിക്കൻ ഈ ഗ്രേവിയിൽ ഇട്ടതിന് ശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വറ്റി വെന്ത് വരും. കാരണം ചിക്കന് ഫ്രൈ ചെയ്തുകൊണ്ട് ഒരുപാട് അങ്ങ് വെന്ത് വരേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി കറിയൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രീം ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ക്രീം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം ഒന്നുകൂടി കറിയൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം കറിയൊന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കസൂരി മേത്തി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു കറിയാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.